ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. രാജസ്ഥാനിൽ നിന്നുള്ള വിനോദ സഞ്ചാരിയാണ് വെടിയേറ്റ് മരിച്ചത്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മറ്റേ പഹൽഗാമിലെ ഭീകരാക്രമണം. എനിക്കിതിൽ ചോദിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ന്യൂസൊക്കെ കേട്ടല്ലോ. എനിക്കിതിൽ ചോദിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അവിടെ സൈനികരുണ്ടായിരുന്നില്ല? അതായത് അവിടെ ഡിഫൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടെററിസ്റ്റുകൾ എന്തുകൊണ്ട് അവിടെ പെട്ടെന്ന് വന്നിട്ട് അറ്റാക്ക് നടത്തി? അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇത് ഇന്റലിജൻസ്, അതായത് ഇന്ത്യൻ്റെ ഇന്റലിജൻസ് വിഭാഗവും കാര്യങ്ങളൊന്നും ഇത് നേരത്തെ അറിഞ്ഞില്ല? അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ എല്ലാ മുക്കും മൂലയിലും പട്ടാളക്കാരുണ്ട്. ഞാനത് പട്ടാളക്കാരെ കുറ്റം പറയുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ആയിട്ട് ആരും വിചാരിക്കും വേണ്ട. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ഥലത്ത്, അതായത് ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായില്ല? സുഖമായിട്ട് ടെററിസ്റ്റുകൾ വന്നു, ഒരു 10-29 പേരെ കൊന്നിട്ട് പോയി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കൂടുതൽ അന്വേഷിക്കണം. പിന്നെ ഇതിന് പിന്നിൽ പാകിസ്ഥാന് നല്ല പങ്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. ഓക്കെ, പാകിസ്ഥാൻ നല്ല പങ്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. അതിന് ആർക്കും സംശയമില്ല. ഇപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് എന്താണ്, ലഷ്കർ ഇ തൊയ്ബ, അങ്ങനത്തെ കുറേ ഭീകര സംഘടനകൾ, അതേപോലെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണ ഹമാസ്, അങ്ങനത്തെ കുറേ പേരുടെ ഇതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ ഇനി വരുന്നേ ഉള്ളൂ. റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കാണ് ഉണ്ടായത്. ഇപ്രാവശ്യം നേരെ നയതന്ത്ര തരത്തിലാണ്. അതായത് സിന്ധു നദി അടച്ചു, അതേപോലെ തന്നെ അവരുടെ വാഗ, അട്ടാരി അതിർത്തികൾ അടച്ചു. അതേപോലെ തന്നെ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ പൗരന്മാരോട് പോകണമെന്ന് പറഞ്ഞു, അതായത് ഇന്ത്യ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. നമ്മൾ പുൽവാമയ്ക്ക് ശേഷം ഒന്നും ഉണർന്നതായിരുന്നു. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് മതത്തിൻ്റെ പേരിലാണ്. ഓക്കെ, അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിട്ട് തന്നെയാണ് അവിടെ അവർ ഈ ഒരു സംഭവം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് കേട്ടോ. ഇന്ത്യക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അടിപൊളിയായിട്ട് ഇത് നേരിട്ടു. അതാണ് യൂണിറ്റി എന്ന് പറയണത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തു. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടന്റ് അറിയണം. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ബൈ.